ഗേ ആണോ ബൈസെക്ഷൽ ആണോ അങ്ങനെ. അപ്പൊ ഞാൻ ഒരിക്കലും കുഴപ്പമില്ല. മേ ബി എനിക്കൊരു ഫെമിനിൻ എനർജി ഉണ്ടായിരിക്കും, മേ ബി, ബട്ട് ഐ എം വെരി പ്രൗഡ് ഓൺ മൈ ഫെമിനിൻ എനർജി. പത്രം പോലും വായിക്കത്തില്ല, ജനറൽ നോളജ് തീരെ ഇല്ല, കുറച്ച് കുറവാണ്. പക്ഷെ ചീഫ് മിനിസ്റ്റർ ഒരു റിയാക്ഷൻ കാണിച്ച് ഭയങ്കര ഫേമസ് ആയതല്ലേ, എനിക്കറിയാം. എന്റർടൈൻമെന്റ് സോണിന്ന് ഒരാള് CM ആയിരുന്നു, ആ ആളറിയാവോ? പിഷാരടി ചേട്ടനാ? CMO? അയ്യോ സോറി തലപതി വിജയ്. സോറി CM. ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് തമന്ന. ഞാനൊരു തമന്ന ഫാനാണ്. എന്നെ ആൾക്കാര് തമന്ന പ്രാന്ത് എന്ന് വിളിക്കും. സ്വപ്നസുന്ദരി നല്ല ഭംഗി കാണാൻ. ചെറുതിനെ ഞാൻ ആലോചിക്കുന്നത് ശരിക്കും അയച്ചിട്ടുണ്ടായിരിക്കുമോ? ഞാൻ ആ റീല് കണ്ട്, ശരിയാ, ഞാനും ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് കണ്ടപ്പോ ഞാൻ മാത്രല്ല കുറെ ആൾക്കാരെ മനസ്സിലായി. എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഉത്തരം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടാണ്. സൺഫ്ലവർ റോസ് പിന്നെ ലില്ലി ഫ്ലവേഴ്സ് എല്ലാം ബാക്കിൽ 360 ഡിഗ്രി ഉണ്ട്. ചെറുപ്പത്തില് എനിക്കൊരു അസുഖം വന്നു, സ്കിൻ ഡിസീസ് വന്നു. എനിക്ക് കുറെയൊക്കെ ഞാൻ സ്റ്റിൽ റിമെമ്പർ, ഞാൻ സ്കൂൾ ടൈം ഒക്കെ പോകുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ചോദിച്ചിട്ട് എന്താ കഴുത്തിങ്ങനെ കറുത്തിരിക്കുന്ന, കുളിക്കാറില്ല, ലിറ്ററലി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ആർക്കും അറിയത്തില്ല ഈ സ്റ്റോറി. മേ ബി കാണുന്ന ആൾക്കാർ ഇത്ര വലിയ കൺസേൺ ആണോ, പക്ഷെ വലിയ കൺസേൺ അത്. ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ പോവാ, ഞാൻ അപ്പൊ എന്റെ സ്കിൻ ടോൺ ഫൗണ്ടേഷൻ കവർ ചെയ്ത് ഞാൻ പോകും. അപ്പൊ എന്റെ മോർ ദാൻ എന്റെ വർക്കിനെ പറ്റി അറിയുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സൂര്യസിന്റെ ടാറ്റു എന്ന് പറയുമ്പോഴാണ്. പ്രാന്താണോ കഴുത്തിൽ നിന്ന് കാണിച്ചപ്പോ നമുക്ക് സങ്കടവും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ കോളർ ഇല്ലാത്തൊരു ബനിയനിട്ട് നടക്കണം, കോളർ ഇല്ലാത്തൊരു ഷർട്ട് ഇട്ട് നടക്കണം ആഗ്രഹിച്ചിട്ടുണ്ട്. വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആണ്, നമ്മുടെ സ്വന്തം സൂര്യ ചേട്ടനാണ്. ഏട്ടനാണോ? ഏട്ടനല്ല, ഏജ് 20 അപ്പൊ ഏട്ടനല്ല, സൂരജ്. ഓക്കെ, ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല. ഇപ്പം നമ്മള് ഇൻസ്റ്റാഗ്രാം ബയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഹൗ ഡു യു ബാലൻസ് എന്റർടൈൻമെന്റ് ആൻഡ് ജേർണലിസം? ഇറ്റ്സ് റിയലി ഹാർഡ് ആക്ച്വലി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിചാരം എന്റർടൈൻമെന്റ് ജേർണലിസം എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ ലൈക്ക് കുറെ എന്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ ഇന്റർവ്യൂസ് മാത്രം എടുത്തുകൊണ്ടിരിക്കുക, അതാണെന്നാ. പക്ഷേ ആക്ച്വലി കറക്റ്റ് എന്റർടൈൻമെന്റ് ജേർണലിസം എന്ന് പറയുന്നത് ലൈക്ക് നമ്മളൊരു ആക്ടേഴ്സിനോട് ഇന്റർവ്യൂ എടുക്കത്തില്ല, ക്രൂ ആവട്ടെ, എന്താവട്ടെ, എന്ത് മെമ്പേഴ്സ് ആവട്ടെ, അവരോട് ഇന്റർവ്യൂ എടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം ഇതും കൂടി. അതിനാണ് ആക്ച്വലി എന്റർടൈൻമെന്റ് ജേർണലിസം എന്ന് പറയുന്നത്. നമ്മൾ ഒരു സീരിയസ് ജേർണലിസത്തിലോട്ട് പോവാതെ ഇപ്പൊ റിപ്പോർട്ടിംഗ് അല്ലാതെ നമ്മൾ TV അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ മീഡിയ ചാനൽ ഇപ്പൊ അന്നെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ അതാണ് ഒരു എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ്. പിന്നെ ബാലൻസിങ് ഈസ് ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരു പ്രൊഫഷൻ ആണല്ലോ. ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഐ വാണ്ടഡ് ടു ബി ജേർണലിസ്റ്റ്, എങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ന്യൂസ് വായിക്കാൻ ഇഷ്ടമേ അല്ല. അത് കാരണം ഞാൻ എനിക്ക് ഈവൻ ഞാൻ മീഡിയ കോളേജിൽ പഠിച്ച അപ്പോഴത്തെ ടീച്ചേഴ്സ് ഒക്കെ പറയും, സൂരജ് ഇങ്ങനെ എന്റർടൈൻമെന്റ് പുറകെ പോയിട്ട് കാര്യമില്ല, ഇടയ്ക്ക് ന്യൂസ് വായിക്കണം. ഞാൻ പത്രം പോലും വായിക്കത്തില്ല, ലിറ്ററലി. അപ്പൊ ജനറൽ നോളജ് തീരെ ഇല്ല, കുറച്ച് കുറവാണ്. പക്ഷെ ചീഫ് മിനിസ്റ്റർ അനക്ക് പിന്നെ പറയാം നമുക്ക്. ഇപ്പൊ സീരിയസ്ലി ലിറ്ററലി നമ്മുടെ പൊക്കി CMനെ അറിയില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. I know his face but I'm not remember his name. I know ഒരു റിയാക്ഷൻ കാണിച്ച് ഭയങ്കര ഫേമസ് ആയതല്ലേ, എനിക്കറിയാം. So guys please ഒന്നും വിചാരിക്കരുത്, എനിക്ക് പെട്ടെന്ന് വെരി ബാഡ് ഓൺ റിമെമ്പറിംഗ് നെയിംസ്. I know it's okay yeah. സതീഷ് VD സതീഷ് കണ്ടോ? സതീശൻ സർ. അതെ പുള്ളിയാണ്. കിട്ടുവാണെങ്കിൽ ഞാൻ ആളോട് അത് എന്റെ ആ ഇന്റർവ്യൂ മാത്രം കാണരുത് ഞാൻ പറയും. ബാക്കി എല്ലാ ഇന്റർവ്യൂസ് എടുത്ത് കണ്ടോളൂ, ഇത് മാത്രം സ്കിപ്പ് ചെയ്യണം. അതെന്താ വെച്ചാൽ എനിക്ക് വെരി ബാഡ്. എനിക്ക് സ്ഥലത്തിന്റെ പേര് ഓർത്ത് വെക്കാൻ, ആൾക്കാരുടെ പേര് ഓർത്ത് വെക്കാനൊക്കെ കുറച്ച് ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്റർടൈൻമെന്റ് സോണിന്ന് ഒരാള് CM ആയിരുന്നു, ആ ആളറിയാവോ? പിഷാരടി ചേട്ടനാ? CMO? അയ്യോ സോറി തലപതി വിജയ്. സോറി CM തമിഴ്നാട്. വിജയ് സർ. അതറിയാം. അത് മൂവീസിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് മൂവീസിനെ പറ്റി എല്ലാം അറിയാം. നമ്മുടെ ജോണർ അതല്ല, അതുകൊണ്ട് ഒരു ഡിഫറൻസ് പോലെ.
ബട്ട് ഐം സോ സോറി. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് എന്താവോ റെസ്പോൺസ് വരാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞ പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. നമ്മള് ജീവിതത്തിൽ പല പല കാര്യങ്ങൾ മറക്കണമല്ലോ. ആരും പറഞ്ഞിട്ടുണ്ട് മറവിയാണ് ഏറ്റവും നല്ല കാര്യം. പല കാര്യങ്ങളും നമുക്ക് മറക്കാൻ ആഗ്രഹമുള്ള പോലെ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് മറക്കാൻ. പക്ഷെ എന്താ വെച്ചാൽ നല്ല കാര്യങ്ങളാണ് മറന്നുകൊണ്ടിരിക്കുന്നത്, ചീത്ത കാര്യങ്ങളാണ് മനുഷ്യര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആക്ച്വലി തുടങ്ങിയത് എന്റർടൈൻമെന്റ് ജേർണലിസത്തിന്. ഇപ്പം എന്റർടൈൻമെന്റ് ജേർണലിസത്തിന് എന്തൊക്കെയാണ് ഇപ്പൊ സൂരജിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന എഫേർട്സ് ഈസ് ലൈക്ക്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ദസ് എ ലിമിറ്റ്, ദസ് എ ബൗണ്ടറി. ഒരു ഇന്റർവ്യൂവർ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചോദിക്കാൻ പാടത്തില്ല ചോദ്യം. അതെനിക്ക് ലൈക്ക് വൺസ് ഈ ഇനീഷ്യൽ ടൈമിൽ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് തന്നെ അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു പ്രോമിസാണ്. സൂരജ് എന്ത് വന്നാലും മേ ബി ചാനലിൽ അവിടെ നിന്ന് പ്രഷർ വന്നാൽ പോലും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുണ്ട്, എന്നാലാണ് നമുക്കൊരു റെസ്പെക്ട് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ മേ ബി ആ ഗസ്റ്റ് നമ്മൾ കാണുന്നു, നെക്സ്റ്റ് ഡേ നമ്മൾ കാണത്തില്ല, പക്ഷെ ആ ഇന്റർവ്യൂ യൂട്യൂബിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് ഹേർട്ട് ആവും കുറെ. ഐ സീൻ മെനി ഇന്റർവ്യൂസ്, കുറെ ടോപ്പ് ഇന്റർവ്യൂസ് ഒക്കെ കുറെ ബൗണ്ടറി ഒക്കെ ലിമിറ്റ് അതൊക്കെ വിട്ടുപോകുന്ന ഒരുപാട് ഹേർട്ടിംഗ് ആയിട്ടുള്ള ചോദ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ സിനിമ പ്രൊമോഷൻ ഇന്റർവ്യൂസിനൊക്കെ നമ്മൾ പോകുമല്ലോ, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ നേരിട്ടിട്ട്. അപ്പൊ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാ, ലൈക്ക് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതാണ് വൺ ക്വാളിറ്റി. എപ്പോഴും എത്തിക്കലായിരിക്കണം, എപ്പോഴും എത്തിക്കലായിരിക്കുക, നല്ലപോലെ റിസർച്ച് ചെയ്യുക. സെക്കൻഡ് മെയിൻ തിങ്, നമ്മളൊരു ഗസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് താങ്കളുടെ പേരെന്താ, താങ്കളെ പറ്റി എനിക്ക് പറഞ്ഞുതരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും മോശമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഗസ്റ്റ് വിചാരിക്കും അതിപ്പോ എത്ര, ഐ എം നോട്ട് മീനിങ് ദാറ്റ് എത്ര പോപ്പുലർ ആണ്, എത്ര പോപ്പുലർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ വൺസ് ഒരു ഗസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ഹാപ്പി ആയി കംഫർട്ട് ആക്കി വിടണം. അറ്റ് ലാസ്റ്റ് ആ ഹി ഓർ ഷി അല്ലെങ്കിൽ ആ ഗസ്റ്റിനെ ഫീൽ ചെയ്യണം നല്ലൊരു ഇന്റർവ്യൂ, എനിക്ക് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത പോലെ തോന്നിയില്ല. എനിക്ക് അതാണ്, എനിക്ക് ആൾക്കാരുടെ ലാസ്റ്റ് സ്മൈൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അടുത്ത് നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഓസ്കർ സത്യം കിട്ടും. കാരണം നമ്മുടെ സന്തോഷത മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ എന്തൊരു ജോബിൽ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ ഇപ്പൊ ഒരു എംപ്ലോയർ കമ്പനിയിൽ വർക്ക് ചെയ്യുക, അപ്പൊ മാനേജർ പറയാണ് നല്ലപോലെ നീ വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെയും വർക്ക് ചെയ്യാൻ തോന്നും. അതിപ്പോ ഹി ഓർ ഷി ആരാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെ തന്നെ എനിക്കും നമ്മളൊരു ഗസ്റ്റ് നമ്മൾ പറയുമ്പോൾ അപ്പൊ നമുക്ക് ഇനിയും വർക്ക് ചെയ്യണം, അപ്പൊ നമുക്കൊരു വാശിയാ, ഓക്കെ നമ്മൾ നെക്സ്റ്റ് ഗസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. അങ്ങനെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഭയങ്കരമായിട്ട് ഇപ്പോഴും മറക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓക്കെ. അതെന്താന്ന് പറഞ്ഞാൽ ദിവസം സ്റ്റോറി, ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന തുടക്കത്തില് ഹാപ്പി ഫ്രെയിംസ് അല്ല എന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ കലേഷ് ഉണ്ട്, ഹൃദയം പടത്തിലെ സെൽവ, പ്രണവ് മോഹൻലാലിന്റെ കൂടെ സെൽവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഞാൻ സെൽവനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ, ലൈക്ക് ആളെന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് കലേഷിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഹി സെഡ് നോ. കാരണം എൻ്റെ ഇന്റർവ്യൂസ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ, ഇന്റർവ്യൂസ് ഒന്നും ഇറങ്ങിയില്ല. അപ്പൊ എനിക്ക് വർക്ക് കാണിച്ചു കൊടുക്കാനില്ല. അപ്പൊ ആളാദ്യം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഹി തോട്ട് ദാറ്റ് പാർവതി ബാബു ആയിരിക്കും ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരിക്കും, ഞാനില്ല, ഞാൻ ഹാപ്പി ഫ്രെയിംസിൽ ഏതെങ്കിലും ക്രൂ ആയിട്ട് വർക്ക് ചെയ്യായിരിക്കും അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് വിഷമം ഉണ്ടായില്ല, പക്ഷെ അത് ഒരിക്കലും ആക്ടറിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരെ നോക്കുമ്പോൾ ഞാനൊരു വർക്ക് പോലെ എൻ്റെ എടുത്തിട്ടില്ല, അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ എൻ്റെ എന്ത് വർക്കിംഗ് ഇത് അറിയത്തില്ലല്ലോ അങ്ങനെ. അപ്പോൾ അത് ക്യാൻസലായി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും, പാർവതി അല്ലെന്ന്. അപ്പോൾ ആള് പറഞ്ഞു നമുക്ക് വേറെ ദിവസമൊക്കെ അത് ചെയ്യാം. അങ്ങനെ പിന്നെ കോണ്ടാക്ട് ഇല്ല. അത് മേ ബി ഈസ് ഹാവിങ് ലെസ് കോൺഫിഡൻസ് ഇൻ മീ അങ്ങനെ. അതിനുശേഷമാണ് റിസ്വാൻ്റെ ഇന്റർവ്യൂ എൻ്റെ ഇറങ്ങുന്നത്. എൻ്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആ സമയത്ത് റിലീസാകുന്നു. അത് കുറച്ച് എക്സ്പോഷറായി. ആൻഡ് അപ്പോഴും കലേഷിന്റെ നമ്പർ ഞാൻ വാട്സപ്പിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് വഴി നമ്മൾ മെയിലൊക്കെ അയച്ച് നമ്പറൊക്കെ തരുള്ളൂ നമുക്ക്, അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്. ആൻഡ് വൺ ഡേ ഞാൻ മെസ്സേജ് നോക്കുമ്പോൾ കലേഷ് ഇസ് ടെക്സ്റ്റിംഗ് മീ, സൂരജ് ഐ വാച്ച് റിസോൺ ഇന്റർവ്യൂ കണ്ടു, ഐ ലവ് ടു വാച്ചിങ്, നമുക്കൊരു ഇന്റർവ്യൂ എടുത്താലോ എന്ന്. അപ്പൊ ഐ വാസ് ലൈക്ക് വെരി, ശരിക്കും ആൾ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അതെനിക്ക് ശരിക്കും ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂന്റെ ലാസ്റ്റ് ഹി ടോൾഡ് മീ ദാറ്റ് ഐ ആം എ ഫാൻ ഓഫ് യുവർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു ആ ക്ലിപ്പ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാസ് വെരി ഇമോഷണൽ. ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ച ട്രെയിനിൽ ഞാനിരുന്ന് കരയാ. ലൈക്ക് നമുക്ക് അതാണല്ലോ വിഷമമാണ്, നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആളാ. ലൈക്ക് എനിക്കിപ്പോ എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഹൈലൈറ്റ്സ് ഉണ്ട്. എനിക്ക് കിട്ടുന്ന എല്ലാ കോമന്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഹൈലൈറ്റിൽ വെക്കും. കാരണം നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടറിനെ എങ്ങനെയാണ് അവരുടെ ഫാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെ തന്നെയാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും. നമ്മുടെ ഒരു പബ്ലിക്കിൻ്റെ റെസ്പോൺസ് കൊണ്ടാണ് നമുക്ക് വർക്കുകൾ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പോപ്പുലർ ആവുന്നത് ഓഡിയൻസ് കാരണം. അപ്പോൾ ഞാൻ എപ്പോഴും ഓഡിയൻസിൻ്റെ അടുത്ത് ട്രൂ ആയിട്ടിരിക്കും. അപ്പോൾ കലേഷിൻ്റെ ആണ് എനിക്ക്, എല്ലാവരും സ്പെഷ്യലാണ്, പക്ഷെ കലേഷിൻ്റെ നമ്മൾ അതെങ്ങനെയാ വെച്ചാൽ നമ്മളതിനെ നോ പറഞ്ഞ് പിന്നെ വന്നതാണല്ലോ. അപ്പോൾ പിന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ഓക്കെ, ഇപ്പം ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്? ഓഫ് കോഴ്സ് തമന്ന. ഐ എം എ ഹ്യൂജ് തമന്ന ഫാൻ ആക്ച്വലി.
I saw the reel. അയ്യ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഞാൻ റാപ്പിഡ് ഫയറിൽ ചോദിക്കാൻ വെച്ചതായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാനൊരു തമന്ന ഫാനാണ്. എന്നെ ആൾക്കാർ തമന്ന പ്രാന്ത് എന്ന് വിളിക്കും. സത്യം കേട്ടോ, എന്നെ അങ്ങനെ വിളിക്കും. പക്ഷെ ആ റീലിനുള്ള മറുപടി കിട്ടി. ഓഫ് കോഴ്സ് സോറി, ശരിക്കും അയച്ചിരുന്നു. കമന്റ് ചെയ്തതാണോ? അതല്ല, ഒരു റീല് ചെയ്തില്ലായിരുന്നോ 2015 എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞിട്ട്? ഓ ബാഹുബലി. ഓ അതെ അയ്യോ, അത് സത്യം പറയാലോ, ലിറ്ററലി ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ബാഹുബലി ഇറങ്ങുന്നത്. അപ്പൊ ദാറ്റ് ടൈം ഞാൻ തമന്നയ്ക്ക് ലൈക്ക് ഒരു ഫാൻ ആവുന്നത്. തുടക്കത്തിൽ ഡെഫിനറ്റ്ലി നമുക്ക് പേഴ്സണാലിറ്റി അറിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ബ്ലൂ ബട്ടർഫ്ലൈസ് ഒക്കെ ആയിട്ട് ഒരു ലൈക്ക് ഒരു ബാക്ക് പോർഷൻ ഷോട്ട് കാണിക്കുന്നു. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ ചെറിയ പ്രായമല്ലേ. ഐ വാസ് ഫാസിനേറ്റഡ്. ഓ മൈ ഗോഡ്, ഒരു ഡ്രീം, എന്ത് സ്വപ്നസുന്ദരി, നല്ല ഭംഗി കാണാൻ. ആൻഡ് ഐ വാസ് ലൈക്ക് എന്റെ തിങ് ഇസ് ലൈക്ക് അവന്തികയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു, പിന്നെ വേറെ ഭാഗങ്ങൾ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് അവന്തികയുടെ ഭാഗങ്ങൾ വരാത്തത് എവിടെ വരാത്ത. അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഐ എം ഫോളോയിങ് ഫോർ ദിസ് ലേഡി, തമന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പതുക്കെ ഭയങ്കര ക്രേസ് ആയി തുടങ്ങി. അപ്പൊ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മള് ചെറുതിനെ ഞാൻ ആലോചിക്കുന്നത്, ശരിക്കും അയച്ചിട്ടുണ്ടായിരിക്കുമോ? ഞാൻ ആ റീല് കണ്ടു. ശരിയാ, ഞാനും ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് കണ്ടപ്പോ അപ്പൊ ഞാൻ മാത്രല്ല, കുറെ ആൾക്കാരെ എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഉത്തരം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈശ്വര, രാജമൗലി തമന്നൊന്നും കാണണ്ട. തമന്ന കാണായിരിക്കും. തമന്നേനെ ഫോളോ ചെയ്യുന്നു. നമുക്ക് തമന്നേനെ ടാഗ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. അപ്പൊ കാണുമായിരിക്കും. പിന്നെ എനിക്ക് സൂരജിന്റെ ഫേസ് കാണുമ്പോ തന്നെ ആ കണ്ണു പോകുന്നത് ഫേസിലേക്കല്ല, കഴുത്തിലേക്കാണ്. കാരണം നമ്മള് ഒരു ചോക്കർ ഇടുന്ന പോലെ അത്രയും ഹൈലൈറ്റിംഗ് ആയിട്ടാണ് ആ ഒരു ടാറ്റു. ഇസ് ദർ സംതിങ് ബിഹൈൻഡ്? യെസ്, സത്യം പറയണെങ്കിൽ യെസ്. കാരണം കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടി കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല. ഞാൻ ഭംഗിക്ക് വേണ്ടി കുത്തിയിരിക്കുന്നതല്ല. ഐ തിങ്ക് ഞാൻ അന്നയുടെ അടുത്തായിരിക്കും, ഇവിടെ ആയിരിക്കും ഞാനത് റിവീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ടൈം അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എന്റെ വീട്ടുകാർക്ക് അറിയാം ഡെഫിനറ്റ്ലി. അമ്മ ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഫ്രണ്ട് സർക്കിളിനൊക്കെ അങ്ങനെ അറിയത്തില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. കാരണം ഇതെന്തായാലും ഒരു സമയത്ത് ഞാൻ എന്തായാലും റിവീൽ ചെയ്യും. അപ്പൊ ഐ തിങ്ക് ഇപ്പൊ അത് റിവീൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇത് ഭംഗിക്ക് വേണ്ടി കുത്തിരിക്കുന്ന നല്ല, എനിക്ക് ഫ്ലവേഴ്സിനോട് ക്രേസ് ഉണ്ട്. അങ്ങനെ എനിക്ക് സൺഫ്ലവർ ഓൾറെഡി ഇഷ്ടമാണ്. ഇത് സൺഫ്ലവർ, റോസ്, പിന്നെ ലില്ലി ഫ്ലവേഴ്സ് എല്ലാം ബാക്കിൽ 360 ഡിഗ്രി ഉണ്ട് മൊത്തം, ബാക്കിലുണ്ട് ഫ്രണ്ടിലുണ്ട്. അപ്പൊ സൺഫ്ലവർ ഓൾറെഡി ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ യെല്ലോ കളർ നല്ല ബ്രൈറ്റ് ആണ്, അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ ഇത് മെയിൻ തിങ് ഈസ് ലൈക്ക് എനിക്ക് വന്നിട്ട് ചെറുപ്പത്തിലെ എനിക്കൊരു അസുഖം വന്നു, സ്കിൻ ഡിസീസ് വന്നു എനിക്ക്. അതിനെ ഐ തിങ്ക് മേ ബി അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അതിനെ അക്കൻതോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അതൊന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മുടെ ഈ കൈമുട്ടിൽ കാൽമുട്ടിലൊക്കെ ബ്ലാക്ക് കളർ വരത്തില്ലേ, അതിന്റെ എക്സ്ട്രീം ലെവൽ പോലെ. അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരും. അത് വെച്ചാൽ നമ്മുടെ ഈ വെൽവെറ്റ് മെറ്റീരിയൽ പോലെ, വെൽവെറ്റ് പോലെ അങ്ങനെ ഒരു ബ്ലാക്ക് ഡാർക്ക് പാച്ചസ് നമ്മുടെ അങ്ങനെ പോകും. ആക്ച്വലി ആഫ്റ്റർ ഡെലിവറി ഒക്കെ ലേഡീസിനെ കാണാം. പക്ഷെ അത് പോവും ഒരു ടൈം പീരീഡ് ഓഫ് കഴിഞ്ഞ് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ. പക്ഷെ ഇത് പോകത്തില്ല, ഇത് കണ്ടിന്യൂസ്ലി ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഐ വാസ് ലൈക്ക്, പിന്നെ ഞാൻ കുറച്ച് ലൈക്ക് എൻ്റെ മീഡിയം ഫെയർ ആണ് എൻ്റെ സ്കിൻ ടോൺ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് കറക്റ്റ് നെക്കിൽ തന്നെ വന്നു. വേറെ എവിടെയെങ്കിലും വന്നെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് അതിനെ നെക്കിൽ വന്നു, ചെറുപ്പത്തിൽ വന്നു. നമ്മൾ ചെറുപ്പത്തിൽ നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ കഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ സ്കൂൾ ടൈമൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ ചോദിച്ചിട്ട് എന്താ കഴുത്തിങ്ങനെ കറുത്തിരിക്കുന്നത്, കുളിക്കാറില്ല, ലിറ്ററലി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സങ്കടം, എനിക്കിത് എന്താ. അപ്പൊ ഞാൻ തന്നെ വീട്ടിൽ പോകും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇതെന്താ. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ അത് വിട്ടു. അപ്പൊ ഞാൻ അങ്ങനെ പതുക്കെ നമ്മൾ ഇതിനെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ബ്ലഡില് ഇൻസുലിന്റെ ലെവൽ കൂടുമ്പോൾ ഇത് മെലാനിൻ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ നമുക്ക് ഡാർക്ക് പാച്ചസ് വരും. അങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രം പോകത്തുള്ളൂ. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ആ സമയത്ത് 80 kg ഉണ്ടായിരുന്നു, 80 കിലോ. ആ സമയത്ത് 5th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന ആ സമയത്ത്. അപ്പൊ ആ സമയം മുതൽ ഞാൻ ചൈൽഡ്ഹുഡ് ഫോട്ടോ കാണിച്ചു. അപ്പൊ 80 kg ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയമാണല്ലോ. അപ്പൊ 1 year 6 months കൊണ്ട് ഞാൻ ഫ്രം 80 to 53 kg ആയി. ജിമ്മിനൊന്നും പോയില്ല, ഫുൾ ഡയറ്റ് എടുത്ത്. കുറെ ആൾക്കാർ വിചാരിച്ചു ഞാൻ എന്റെ ഫാറ്റ് ലോസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. എന്റെ മെയിൻ കൺസേൺ ഇതായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു സ്കാർ വന്നു,
മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ കൈ മുറിഞ്ഞ് നമ്മൾ അവിടെ സ്റ്റിച്ച് ഇട്ടു, അപ്പൊ അതിന് മേലെ ആൾക്കാർ ടാറ്റു ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ക്ലിയോയിഡ്സ് വരുന്നത് അങ്ങനെ ഇപ്പൊ വെറ്റ്ലിഗോ വരുമ്പോ അതിന് മേലെ ഒരു ടാറ്റു, അങ്ങനത്തെ ഒരു കൺസേൺ ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഇപ്പൊ ഞാനിപ്പോ എല്ലാ സമയത്തും ഞാനിപ്പോ ഫുൾ കോളർ ഇല്ല, ഒക്കെ ഇങ്ങനത്തെ എടുത്തുള്ളൂ. കാരണം ഇതുവരെ ടൈം ആക്ച്വലി നല്ല ഭംഗി, അഫ്കോഴ്സ് അത് ശരിക്കും ഭംഗിയുണ്ട്. ഇതാർക്കും അറിയത്തില്ല ഈ സ്റ്റോറി. ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനത്തെ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്ത് ഇത് ഓൾറെഡി പോയോ? വെയിറ്റ് ലോസ് ഇതിപ്പോഴും പോയില്ല. വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ അത് പോയില്ല. കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയി, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ പതുക്കെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. കാണിക്കാതെ ഡോക്ടേഴ്സ് ഇല്ല. പിന്നെ ഡെർമറ്റോളജിസ്റ്റിന് അറിയാലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവര്. മറ്റുള്ള ഡോക്ടേഴ്സിനേക്കാളും ഭയങ്കര ചാർജാ. കെമിക്കൽ പീലിംഗ് ചെയ്തു, വേറെ കുറെ പീലിങ്ങുകൾ, കുറെ മെഡിസിൻ ടാബ്ലറ്റുകൾ കഴിക്കുന്നു. അത് 7 വർഷത്തോളം ആ ട്രീറ്റ്മെന്റ് അങ്ങനെ പോയി. ഞാനിരുന്നു മാറും. 5ാം ക്ലാസ്സിൽ ലൈക്ക് അവിടെ എത്തിയിട്ട് ഫാറ്റ് ലൂസ് ചെയ്യുന്നു. പിന്നെ 7, 8, 9, 10 സ്റ്റാൻഡേർഡ്, +1, +2 കോളേജ് എത്തുന്ന വരയ്ക്കും ഞാൻ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അറ്റ് ലാസ്റ്റ് ആയപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇത് മാറുന്ന ലക്ഷണം കാണാനില്ല, ഇത് അത്ര ലൈക്ക് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ അടുത്ത് പറയും, ഇത് അത്ര വലിയ കൺസേൺ അല്ലല്ലോ, അതങ്ങനെ വിട്ടോളാൻ. ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയി. ഞാൻ ആക്ച്വലി ലൈഫൊക്കെ അങ്ങനെ വരെ ഞാൻ വിചാരിച്ചു. കാരണം അത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വണ്ടി എങ്കിലും നമുക്ക് നല്ലതായിട്ടിരിക്കണം. അത് മേ ബി കാണുന്ന ആൾക്കാർ ഇതൊക്കെ ഇത്ര വലിയ കൺസേൺ ആണോ? പക്ഷെ വലിയ കൺസേൺ അത്, അത്രയും വലിയൊരു കൺസേണാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഒരു പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നമ്മൾ ഇത് നോക്കുന്നു, പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്നോട് കുറെ ആൾക്കാരൊന്ന് ചോദിക്കും, എന്താ ഭയങ്കര ഡാർക്കായിരുന്നു, നമ്മൾ ഫെയർ സ്കിൻ കാരണം നമുക്കിപ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ എന്താ ചോദിക്കത്തില്ല. അങ്ങനെ എന്നോടൊന്നും ചോദിക്കായിരുന്നു. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല. ഞാൻ കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയി. ക്ലാസ്സിൽ പോകാൻ തോന്നുന്നില്ല, കോളേജിൽ പോകാൻ തോന്നുന്നില്ല. അങ്ങനെ പക്ഷെ അപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, ലൈക്ക് ഇങ്ങനെ ജേർണലിസ്റ്റ് ആവണം, മീഡിയയിൽ വരണം. അങ്ങനെ ഞാൻ സ്റ്റിൽ റിമെമ്പർ, ഞാൻ എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് 1 month 2 months ഒക്കെ, ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ഐ യൂസ് ടു അപ്ലൈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ പോവുക. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഫൗണ്ടേഷൻ കവർ ചെയ്ത് ഞാൻ പോകും. ഞാൻ ഓരോ ബ്രേക്ക് ടൈമിലും ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോകും. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഞാൻ ഫേസ് കഴുകാനാണ് പോകുന്നത്, സൺസ്ക്രീൻ തേക്കാനാണ് പോകുന്നത്. ഞാൻ്റെ അടുത്ത് അങ്ങനെ പറയാം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫൗണ്ടേഷൻ സ്വെറ്റായിട്ട് താഴെ വരിക, അപ്പം എനിക്ക് കവറപ്പ് ചെയ്യണല്ലോ. ഞാൻ വാഷ്റൂമിലൊക്കെ കറിഞ്ഞ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ടീച്ചേഴ്സൊക്കെ ഇതെന്ത് ഇത്ര നേരം, അപ്പോൾ ഞാൻ പറയും സൺസ്ക്രീൻ തേക്കാൻ പോയത്. അപ്പോൾ ടീച്ചറൊക്കെ പറയും ഇതെന്ത് ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് എൻ്റെ കോളേജിലുള്ള മിക്ക ആൾക്കാർക്ക്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്നെ സൺസ്ക്രീൻ എന്നൊക്കെ വിളിക്കും, ഫണ്ണിന്. കാരണം അവർക്ക് അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട്, ലൈക്ക് അവരുടെ വിചാരം അങ്ങനെ. പിന്നെ എനിക്ക് തീരെ പറ്റാതായി എനിക്ക്. അപ്പം ഞാൻ ഒരു ദിവസം അമ്മയുടെ അടുത്ത് അമ്മ വെറ്റ്ലിഗോന് ടാറ്റു ചെയ്യുന്ന പോലെ നമുക്ക് സ്കിൻ ടിൻറ്റ്, എൻ്റെ സ്കിൻ കളർ ടാറ്റു ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പ്ലാൻ ഉണ്ടായിരുന്നേ ഇല്ല. എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കളർ ടാറ്റു കഴുത്തിൽ ചെയ്യാനായിരുന്നു. ഞാൻ പോയി ചെയ്തു. എന്നിട്ട് പിന്നെ അത് ചെയ്തിട്ട് അത് റെഡിയായില്ല. ഒരു ദിവസം മൊത്തം വേദന തിന്നു ഞാൻ. അത്രയും പെയിൻഫുൾ, അറിയാലോ, ഇറ്റ്സ് വെരി പെയിൻഫുൾ ആക്ച്വലി. അത് ഇൻക്കെടുത്ത് ലൈക്ക് എൻ്റെ സ്കിൻ ടോൺ നോക്കി അവിടെ വെറ്റ്ലിഗോന് ചെയ്യുന്ന പോലെ അത് അങ്ങനെ ചെയ്ത് അപ്പോൾ ഇൻസ്റ്റന്റ് റിസൾട്ട് കാണുന്നില്ല. അപ്പോൾ ആള് പറഞ്ഞു ഇല്ലൊരു 10 days കഴിയുമ്പോൾ റെഡിയാവും. അപ്പോൾ ഭയങ്കര സ്വാലനായി, ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു, പക്ഷെ റെഡി ആവുന്നില്ല. ഞാൻ പിന്നെ ഡിപ്രസ്ഡ് ആയി പോയി. ഐ വാസ് ലൈക്ക് ഞാൻ മൊത്തത്തിൽ പോയി. കാരണം ഈ 7 years സ്ട്രഗിൾ കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ വരുന്നു, അതും പോകുന്നു. പിന്നെ ഇപ്പൊ അമ്മയ്ക്കും അടുത്തു. കാരണം വി നീഡ് മണി, റൈറ്റ്? ഇതിനൊക്കെ പോകാനായിട്ട് പൈസ വേണ്ടേ? ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാഡ് മണി. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. ഒരു ടൈം എത്തിയപ്പോൾ വീട്ടുകാരെ മനസ്സിലാക്കാതെ തുടങ്ങി. കാരണം അവർക്ക് വയ്യാതെ ഇതിന് പുറകെ നടന്നിട്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ ആ ടാറ്റു ആർട്ടിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു, ലൈക്ക് വിൽ ഡു വൺ തിങ്, എനിക്ക് ഇന്ന് ടാറ്റു അടിച്ച് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ കാണുന്ന റിസൾട്ട് പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചേച്ചി ഡിസ്കസിങ്, അപ്പോൾ നമ്മളൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ ചേച്ചിയൊക്കെ പറഞ്ഞു ഓക്കെ ആണോ, ചെയ്യണോ? കാരണം പിന്നെ മാറ്റി കളയാൻ പറ്റത്തില്ല കേട്ടോ, റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാം, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, അപ്പോൾ ഈ സ്റ്റോറി മാത്രം പറയരുത്, എനിക്ക് ഇഷ്ടത്തിന് കുത്തിയതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, നീ കുത്തിക്ക്, കുഴപ്പമില്ല. ആദ്യമൊക്കെ അവർ പറഞ്ഞത് വേണോ, പിന്നെ പതുക്കെ മനസ്സിലായി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന് മനസ്സിലായി. അങ്ങനെ പോകുന്നു. ഞാൻ ടാറ്റു ആർട്ടിസ്റ്റിനെ വിളിച്ച് ചോദിക്കുകയാണ്, ലൈക്ക് ഞാനിങ്ങനെ വരാണ്. അപ്പോൾ ആൾ നിന്ന് അപ്പോഴും ആ ടാറ്റോസിൻ്റെ അടുത്ത് സിമ്പതി ആയി, കാരണം ഇത് വർക്ക് ആവുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അതിന് ആക്ച്വലി തുടക്കത്തിൽ ആൾ ക്യാഷ് മേടിച്ചുള്ളൂ. പിന്നെ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് ക്യാഷ് മേടിച്ചില്ല, കാരണം അത് വർക്ക് ആയില്ലല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ചെയ്യാം, നീ എന്തായാലും വരൂ, കാരണം അത് ഇത്ര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞാൻ ചെയ്യുന്നു 2 ദിവസത്തെ ചെയ്യുന്നത്. അപ്പോൾ ആളാ ഡിസൈനിങ് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അപ്പോൾ ആൾ പറഞ്ഞു നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ടെൻഷനാണ്,
കാരണം എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, നമുക്ക് മാക്കാൻ പറ്റത്തില്ല. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ, നെക്കിലാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഡെഫിനറ്റ്. പക്ഷെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഇന്ന് തന്നെ ആൾക്കാരെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു ഇപ്പൊ എന്റെ മോർ ദാൻ എന്റെ വർക്കിനെ പറ്റി അറിയുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സൂരജിന്റെ ടാറ്റു എന്ന് പറയുമ്പോഴാണ്. അപ്പൊ ഞാൻ ടാറ്റു ഒട്ടിച്ച പയ്യൻ, ടാറ്റു ചെയ്ത പയ്യൻ എന്ന് പറയും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ തൃശ്ശൂർ തന്നെ ചെയ്യുന്നു. ഒല്ലൂർ കുറേ പേര് വിചാരം ഞാൻ ബാംഗ്ലൂരിൽ പോയി ചെയ്തു, ചെന്നൈയിൽ പോയി ചെയ്തു. അവിടെ ചോദിക്കും ഇത് എവിടെ നിന്ന് ചെയ്താൽ, ഞാൻ ഇവിടെ തൃശ്ശൂർ. അപ്പോൾ ഒല്ലൂർ തൃശ്ശൂർ ടാറ്റു പാർലർ എന്ന ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഷോപ്പുണ്ടോ? ഇവിടെ ഉണ്ട്. നമുക്ക് പുറത്തൊന്നും, നമ്മളിത് ഭംഗിക്ക്, ഞാൻ ആക്ച്വലി ഇപ്പോൾ എനിക്ക് ഭംഗിക്കാണ് ചെയ്യേണ്ടതാണ്, ഞാൻ പുറത്തു പോയി ചെയ്യും. പക്ഷെ അല്ല, എനിക്ക് പെട്ടെന്ന് അത് നെസസിറ്റി, എനിക്കതൊന്ന് പുറത്ത് വരണം. എനിക്ക് ഒരു ദിവസമെങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ടൊന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഇടണം. അങ്ങനെ അത് അത്രത്തോളം ഓഡിയൻസിന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന 2 ദിവസം എടുത്ത് ചെയ്യാനായിട്ട്. രാവിലെ പോയിട്ട് ഒരു 8:30 പോയിട്ട് 6 PM വരെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ 6 PM ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇത് എലാസ്റ്റിസിറ്റി കുറയും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാൻ പറയും. പെയിൻഫുൾ അധികമായിരിക്കും ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് ഡേ പോന്നു, അങ്ങനെ ചെയ്തു, കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താന്ന് പറഞ്ഞാൽ മുന്നത്തെക്കാളും കുറച്ചുകൂടി വേഴ്സ് കണ്ടീഷനായി. എനിക്ക് പേഴ്സണലി അല്ല, ആൾക്കാര് ലിറ്ററലി എനിക്കതൊക്കെ സങ്കടം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ അറിയട്ടെ എന്തായാലും. പക്ഷെ അവരെ കുറ്റം പറഞ്ഞത് അവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് പോവാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ബസ്സിൽ ഊബറിലൊക്കെ വരുന്ന സമയത്ത് ഊബർ ഡ്രൈവറൊക്കെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഇത് എന്താ ചെക്കൻ കഴുത്തിൽ കാണിച്ച്? എന്നോട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്, പ്രാന്താണോ കഴുത്തിൽ എന്താ കാണിച്ചത്? അപ്പോൾ നമുക്ക് സങ്കടമോ? അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഇല്ല, എനിക്കിഷ്ടത്തിന് കുത്തി അങ്ങനെ. എനിക്ക് ആക്ച്വലി കുറെ വർക്കൊക്കെ മിസ്സാവും ടാറ്റു കാരണം. വീഡിയോ പ്രസന്റേഷൻ വർക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിസിബിൾ ടാറ്റു നമുക്ക് പറ്റത്തില്ലെന്ന് പറയും. അതൊക്കെ നമുക്ക് സങ്കടം, കാരണം അവർക്ക് അറിയുന്നില്ല. ആൻഡ് ഓൾസോ ദ തിങ് ഈസ് ലൈക്ക് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ ഒരേപോലെ താമസിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ എത്രയോ റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് വൃത്തികേട്. എൻ്റെ അമ്മേനൊക്കെ ചീത്ത പറയും, ഇതെന്താ സൂരജിന്റെ കഴുത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, പ്രാന്താണോ മണ്ടത്തരാണോ കാണിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് അവിടെ റീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഷ്ടമായിട്ട്, അപ്പോൾ ഞാൻ തന്നെ ഒരു സ്റ്റോറി കണ്ടുപിടിച്ചു. എൻ്റെ പേര് സൂരജ് എന്നാണ്, സൂരജിന്റെ മീനിങ് ഹിന്ദിയിൽ സൺഫ്ലവർ എന്നാണ്. അപ്പൊ എനിക്ക് സൺഫ്ലവർ ഇഷ്ടമാണ്, റോസ് പോസിറ്റീവ് എനർജിയാണ്. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് തോന്നുന്നു. ഞാൻ എവിടെയും മേ ബി സത്യം എനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതാ പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് ആ സമയത്ത് റിവീൽ ചെയ്യാൻ എനിക്ക് ആൾക്കാരെ സിമ്പതി ഇഷ്ടമേ അല്ല, എനിക്കിഷ്ടമല്ല. എനിക്ക് എന്നെ ആൾക്കാർ ഇങ്ങനെ തന്നെ കണ്ടാൽ മതി. അപ്പൊ ഞാൻ ഇത് ആരുടെ അടുത്തും പറയണ്ട. നമ്മുടെ വീക്ക് പോയിന്റ് എന്താന്നുള്ളത് നമ്മൾ അങ്ങനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്റെ 2-3 ഫ്രണ്ട്സിന് ഇത് അറിയരുത്. ആ ഫ്രണ്ട്സ് ഒന്നും ഇപ്പൊ എന്റെ കൂടെ ഒന്നും ഇല്ല. അവരൊക്കെ ഒരു പ്രശ്നം വന്നുമ്പോൾ വഴക്കിടുമ്പോൾ അവർ പിന്നെ ഇത് പറയും. അവർ പറയും, നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പോയിട്ട് കഴുത്തിൽ ടാറ്റു അടിച്ചിരുന്ന നുണ പറഞ്ഞ് കിടക്കല്ല, അങ്ങനെ പറയും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറേ ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങനെ എനിക്ക് മിസ്സായിട്ടുണ്ട്. 3-4 പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോളേജിലായാലും എൻ്റെ ഫ്രണ്ട് സർക്കിളിലായാലും അങ്ങനെ. അപ്പോൾ അവരൊന്നും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് ആരുടെ അടുത്ത് ഇനി പറയണ്ട. പക്ഷെ എനിക്ക് ഇപ്പോഴും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യും റോഡിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ കുറേ നമ്മളിപ്പോൾ നമ്മളൊരേ വർക്കിനൊക്കെ പോകുമ്പോൾ മൂവി ആക്ടേഴ്സിൻ്റെ PR ടീം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാനലിൽ നിന്ന് വരുന്ന വേറെ ആങ്കേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ നമ്മളൊരു നോട്ടൊക്കെ നോക്കും. അവരൊക്കെ ഇത് എന്താണ് ഈ കഴുത്തിൽ കാണിച്ചിരിക്കുന്നത്, അല്ല പ്രാന്തുണ്ട് ഇപ്പം അതിന്, അങ്ങനെയൊക്കെ നമുക്കറിയാലോ എവിടെ നോക്കുന്ന എക്സ്പ്രഷൻ. അന്ന കോംപ്ലിമെന്റ് ഇത് പറയാം. അപ്പൊ അത് അന്നയുടെ ഫേസിൽ അതുണ്ട്. എനിക്ക് പക്ഷേ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരും. കുറെ ലൈക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ കുറെ ആൾക്കാർ, ആക്ടേഴ്സ് ഒക്കെ കേട്ടോ. ഞാൻ റീസെന്റ് ടൈമിൽ മധുബാലനൊക്കെ ഇന്റർവ്യൂ എടുത്തപ്പോൾ മധുബാല എന്റെ ടാറ്റു ഒക്കെ ടച്ച് ചെയ്ത് നോക്കി. മധുബാല മാം ചിന്ന ആസയില്. അപ്പൊ ഞാൻ അതിൽ ഹാപ്പിയാണ്. പക്ഷെ എന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സ്റ്റോറി ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഞാൻ കഴുത്തിൽ ടാറ്റു ചെയ്യില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എനിക്ക് സത്യം ടാറ്റു ഇഷ്ടമല്ല. പക്ഷെ ആക്ച്വലി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ വന്നത് നന്നായി. നല്ലൊരു ഐഡന്റിറ്റി ആയി മാറി എനിക്കത്. ഐഡന്റിറ്റി ആൻഡ് യു ലുക്ക് ഹാൻസം. താങ്ക് യു സോ മച്ച്. റിയലി അതെന്തായാലും വന്നത് നന്നായി. ആൻഡ് ഭയങ്കര ഒരു ട്രൂലി ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് എനിക്ക് കേട്ടിടത്തോളം തോന്നിയത്. ബിക്കോസ് ടേണിങ് എ സ്കാർ ഇൻ ടു എ ബ്യൂട്ടിഫുൾ മാർക്ക് ഇസ് ലൈക്ക് ഒരു സിഗ്നേച്ചർ ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോഴേക്കും ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഈവൻ തോ യു ഹാവ് കം ഡൗൺ വിത്ത് ഡിപ്രഷൻ, അത് മേക്ക് ഔട്ട് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് യു സിറ്റിംഗ് ഇൻ എ നൈസ് പൊസിഷൻ. അതൊക്കെ നോക്കുമ്പം ഇറ്റ് ഈസ് റിയലി നൈസ്.
അപ്പൊ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. എനിക്ക് അറിയായിരുന്നു കുറെ അന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ടാറ്റു ഇഷ്ടമാണ്, കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ല സ്യൂട്ടാണ്, നിനക്ക് നല്ല രസമുണ്ട്. അതാ ചിലത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ടാറ്റു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല സത്യമായിട്ടും ഓപ്പണായിട്ട് പറയാം. പക്ഷെ ദിസ് ലുക്സ് ഗുഡ്. അതുകൊണ്ടാണ് ചിലർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടായിരിക്കും. അതിപ്പോ എന്തോ ഗോഡ് ഗ്രേസ് എനിക്കത് രസം. പക്ഷെ എനിക്ക് വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാനിപ്പോ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അത് ഞാൻ പറയാതെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്താണെന്നറിയോ, കഴുത്തിൽ ടാറ്റു ചെയ്യാനായിട്ട് ക്യാഷ് ഉണ്ടല്ലോ, ഈ അവരിങ്ങനെ ലിറ്ററലി ഇങ്ങനെ പറയും, ഈ പ്രാന്ത് ചെയ്യാനായിട്ടൊക്കെ സമയമുണ്ടല്ലോ, പിന്നെ എന്താ നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതെന്ന് പറയും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആരുടെ പറയാത്തത്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ പിന്നെ ഈ ഹോൾ സ്റ്റോറി പറയണം. 7 വർഷത്തെ കഥ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവോ ഇല്ല, നമ്മൾ 7 വർഷം അനുഭവിച്ച കഥ ഇപ്പൊ ഓഡിയൻസിനും ചിലപ്പോൾ കുറെ പേർക്ക് മനസ്സിലാവായിരിക്കും. പക്ഷെ നമ്മളുടെ സ്റ്റോറി നമുക്ക് മാത്രം സ്പെഷ്യൽ ആയിരിക്കും. അതിന്റെ പെയിൻ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാവർക്കും അതൊരു കെട്ടുകഥയാണ് എന്നുള്ളത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് ട്രൂ. വെരി ട്രൂ. ബട്ട് ഐ എം ഹാപ്പി ടാറ്റു ആണ് ചെയ്തല്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ ജഡ്ജ്മെന്റ് ചെയ്യല്ലോ, അപ്പൊ ഒരു ചെറുതായിട്ടൊരു സങ്കടം. അപ്പൊ ഞാൻ അവർക്ക് സാരില്ല, അത് അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ലല്ലോ ഇവിടെ, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഐ എം ഹാപ്പി, കാരണം റിവീൽ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി. ബട്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ടാറ്റു. എന്റെ എന്റെ സ്കാറിൽ ഒരു റിമൂവ് ആക്കി. ഞാനിപ്പോ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോ എപ്പോഴും ഞാൻ കോളർ ഉള്ളത് ഒന്നും ഇടത്തില്ല. കാരണം ഞാനിങ്ങനെ എപ്പോഴും ഞാൻ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ പറയും എനിക്ക് ഇങ്ങനത്തെ കോളർ വേണം. കാരണം ദേവർ എ ടൈം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ കോളർ ഇല്ലാത്തൊരു ബെനിനിട്ട് നടക്കണം, കോളർ ഇല്ലാത്തൊരു ഷർട്ട് ഇട്ട് നടക്കണം ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ എക്സ്പോസ് ചെയ്യും. ഹാപ്പി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതേപോലെ സഫർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവർക്കൊരു ഐഡിയ ആണിത്. തീർച്ചയായിട്ടും. കാരണം കുറെ ആൾക്കാർ ഇങ്ങനെയുണ്ട്, ഒരു നമ്മുടെ നെക്കിലോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് കളർ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും അതൊന്നും അത് എന്തോ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത് അങ്ങനെ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ ഇതാണ് നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ ലെവൽ കൂടിയിട്ടൊരു അസുഖമാണ് അത്. നിങ്ങൾ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഏറ്റവും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുക. ഞാൻ അത് ചെയ്തു, വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ. പീലിംഗ് ചെയ്തു, കുറേ ചെയ്തു പീലിംഗ് ഒക്കെ. ഒരു പീലിങ്ങിനൊക്കെ 3000 4000 ഒക്കെയാണ്. എനിക്ക് അത്രയും പൈസ ഒന്നും ഇല്ല. ഇമാജിൻ ഐ എം കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. എൻ്റെ അമ്മയ്ക്കൊന്നും അത്രയും ഇല്ല. അപ്പോൾ അങ്ങനെ ഇപ്പം കോളേജ് ഡേയ്സിലൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഐ യു ഓക്കെ വിത്ത് ടോക്കിംഗ്? ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ മോസ്റ്റ്ലി മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഗേൾസ് ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഓഫ്കോഴ്സ് അത് കുറേ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ചില സമയത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോഴും അങ്ങനെ നേരിടാറുണ്ട്. അത് കോളേജ് ഡേയിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ ടൈമിലൊന്നും സ്കിൻ കെയർ ചെയ്യത്തില്ല. പിന്നെ ഞാൻ മീഡിയ കോളേജിൽ പഠിച്ച, മീഡിയ ബേസ്ഡ് കോളേജിൽ പഠിച്ച. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അറിയായിരുന്നു ലൈക്ക് എനിക്ക് എന്തായാലും മീഡിയയിൽ വരണം. ലൈക്ക് അത് അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇവൻ അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു കഴുത്തിന് നമ്മൾ എങ്ങനെയും മാറ്റിയെടുക്കും. അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, ബിക്കോസ് വി നീഡ് ടു ലുക്സ് ഗുഡ്, റൈറ്റ്? ഹെൽത്തി സ്കിൻ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബീങ് ഫെയർ, ബീങ് ഡസ്കി, അതല്ല. ഹെൽത്തി സ്കിൻ വേണം എനിക്ക് എപ്പോഴും. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്കിൻ കെയർ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഗേൾസ് ആർ ടോട്ടലി ഫൈൻ വിത്ത് ദാറ്റ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ. പക്ഷെ ചില ബോയ്സ് ഒക്കെ ഒരുമാതിരി അവരെങ്ങനെ അങ്ങോട്ടുണ്ടൊക്കെ പറയും, ഇതിന് എന്തേ കാണിക്കുന്ന സൺസ്ക്രീൻ ഇതിനിപ്പോൾ എന്തെങ്കിലും സൺസ്ക്രീൻ തേച്ച് കിടക്കുന്നത് അങ്ങനെയൊക്കെ. പിന്നെ അറിയാലോ സൊസൈറ്റി എന്താ വിളിക്കാന്ന്, അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട്. ബട്ട് അതൊന്നും എനിക്കില്ല. കാരണം അന്നേ എൻ്റെ കൺസേൺ ഈസ് ലൈക്ക് എനിക്ക് എങ്ങനെയൊരു സെൽഫ് ഹാപ്പിനെസ് വേണം, എനിക്ക് ആ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പോൾ LGBTQ+ കമ്മ്യൂണിറ്റിയിലാണ് എന്ന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കമൻസും കാര്യങ്ങളും ഒക്കെ എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ആഫ്റ്റർ ബീങ് എ പബ്ലിക് ഫിഗർ? ഇല്ല, മോസ്റ്റ്ലി സത്യം അങ്ങനെ ഓവറായിട്ടൊന്നും എനിക്ക് വരുന്നതാണ്. പക്ഷെ എനിക്ക് DMs കുറവ് വരും, മെസ്സേജിൽ വരും. ഇൻസ്റ്റയിൽ വരുന്ന ഒരു 100 മെസ്സേജിൽ നോക്കുകയാണെങ്കിൽ ഒരു 40-45-50% മെസ്സേജുകൾ വരും ഇങ്ങനെ ഗേ ആണോ ബൈസെക്ഷൽ ആണോ അങ്ങനെ. അപ്പൊ ഞാൻ ഒരിക്കലും കുഴപ്പമില്ല, അത് മേ ബി എനിക്കൊരു ഫെമിനിൻ എനർജി ഉണ്ടായിരിക്കും മേ ബി. ബട്ട് ഐ എം വെരി പ്രൗഡ് ഓൺ മൈ ഫെമിനിൻ എനർജി. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ ഇന്റർവ്യൂവിനൊക്കെ അത്ര സോഫ്റ്റായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എൻ്റെ സോഫ്റ്റ് സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം എന്നോട് ചോദിക്കണം, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ 2 കാര്യം. ദ വേ ഐ ടോക്ക്, എനിക്ക് ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലിറ്ററലി നമ്മൾ എപ്പോഴും ഇപ്പം അന്യാണെങ്കിലും എല്ലാ മനുഷ്യരും ലൈക്ക് നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു കഴിയും നമ്മൾക്ക് ക്വാളിറ്റി ഇല്ല, അവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്നുമില്ല. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കാം എൻ്റെ ക്വാളിറ്റി
ഞാൻ നല്ലപോലെ സംസാരിക്കും, എൻ്റെ സംസാരം എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ഐ ക്യാരി മൈ സെൽഫ്, ഞാൻ എപ്പോഴും എന്നെ കൊണ്ടു നടക്കുന്ന രീതി, അങ്ങനെ. പിന്നെ ദ ഫെമിനിൻ എനർജി, എനിക്ക് എൻ്റെ സോഫ്റ്റ് സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കൈൻഡ്നെസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൈക്ക് എന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കൈൻഡായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യും. ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യത്തില്ല, ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യത്തില്ല ആൾക്കാർ. കാരണം എനിക്കറിയാം അവർ ബിഹൈൻഡിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടായിരിക്കും അവർക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം അതാണ്.